ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണത് ഒരു അമ്പലത്തിൽ പോക്കായിട്ടാണ് കേട്ടോ. യെസ്, നമ്മൾ പോണത് മരുതമലയ്ക്കാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലങ്ങളിൽ ഒന്നാണ് ഈ മരുതമല കേട്ടോ. നമ്മളെ അച്ഛൻ, അമ്മ, ഞാൻ, അനിയൻ, പിന്നെ എൻ്റെ 2 ബഡ്ഡീസും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ പോണത് കേട്ടോ. നമ്മൾ പോണത് മരുതമലയ്ക്കാട്ടോ. മരുതമല, മരുതമല. മല കഴിഞ്ഞ് പടക്കം പൊട്ടിക്കുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. മറ്റേ സഫാരി ചാനലിൽ പറയണ പോലെ ഉണ്ടല്ലേ ഇല്ലേ? ഓക്കെ, നമ്മൾ പോണത് എന്നല്ല ബസ്സിൽ എനിക്കിവിടെ പോയിട്ട് പരിചയം തീരില്ല. എനിക്കുണ്ടോ? പോയിട്ടുണ്ടോ? നീ പോയിട്ടില്ല. ഒന്നുകൂടി കുട്ടി. അപ്പം നമ്മൾ പോണത് ബസ്സിലാണ്. ബസ്സിൽ ഏതൊരു ഇവിടെ 2-3 വട്ടേ പോയിട്ടുള്ളൂ. ഇന്ന് ഞായറാഴ്ചയാണ്, ക്രൗഡ് ഉണ്ടാവും. വായി നോക്കി അതാ ബസ് വന്ന് ഒരു ബസ് വരണ്ടേ. എനിക്ക് കയറിട്ട് പരിചയം. സോ ബസ്സിൽ കയറി, പക്ഷേ ഈ ശബ്ദം കേൾക്കില്ല. ബിക്കോസ് നമ്മുടെ കയ്യിൽ മൈക്കും എല്ലാവർക്കും സൗണ്ട് അധികം കേൾക്കില്ല. ഒച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വിചാരിക്കും നമുക്ക് വട്ടാണ് വിചാരിക്കും. അതുകൊണ്ട് നമ്മളിനി അവിടെ എത്തിയിട്ട് നമുക്ക് കണ്ടക്ടറിൻ്റെ സീറ്റിലിരിക്കുന്ന 2 കഴുതകൾ അല്ല 2 ആൾക്കാർ. ഫസ്റ്റ് ടൈം തമിഴ്നാട്ടിൻ്റെ ഉള്ളിൽ, ഐ മീൻ കോയമ്പത്തൂർ തന്നെ ഇങ്ങനെ ബസ് 2 മാറി കയറിയിട്ട് ആദ്യമായിട്ട് ഞാൻ പോണത്. നാട്ടിലൊക്കെ പോവും, പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ. ഹെയർ സ്റ്റൈല് മൊത്തം സൈഡിലിരിക്കുന്ന ആൾക്ക് അല്ലേ ഹെയർ സ്റ്റൈലിൽ പോകുന്നുള്ളൊരു പേടി, അതുകൊണ്ടാണ് ഇവിടെ സൈഡിലിരിക്കാറ് അല്ലേ. ഫസ്റ്റ് സ്റ്റോപ്പ് ദൈവമേ വടവള്ളി സ്റ്റോപ്പ്. അയ്യോ വടവള്ളി. നമ്മളങ്ങനെ ഫസ്റ്റത്തെ ബസ് കയറി വിജയകരമായി നമ്മൾ വടവള്ളി സ്റ്റാൻഡിലേക്ക് എത്തി. ഇനി നമ്മൾ ഇവിടുന്ന് മറ്റേ എന്നിട്ടത് മരുതമലയ്ക്കുള്ള ബസ്സിൽ ഡയറക്റ്റ് അല്ല ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സിൽ കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകും. ഒന്നാമത് ഈ ബസ് സ്റ്റോപ്പിൽ നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ബസ് വരുന്നത് ബസ് സ്റ്റോപ്പിലല്ല, റോഡിലാണ്. അല്ലെങ്കിലും ബസ്സൊക്കെ വരിക. പക്ഷേ ഈ ബസ് വരുന്നത് പുറത്തേ വരുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ സ്റ്റാൻഡിനകത്ത് കയറി ഇനി ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് നടന്നിറങ്ങി പോട്ടെ. ആണ് സൺഡേ മാർക്കറ്റ്. ഇത് ഞായറാഴ്ച മാത്രമല്ല ഉണ്ടാവുള്ളൂ. അല്ല പച്ചക്കറി അങ്ങനെയൊക്കെ ഉണ്ടാവും ഇവിടെ വരുമ്പോൾ ഞാൻ കണ്ട്. ആടി ഇവിടെ സൺഡേ മാർക്കറ്റ്. കാരണം നമ്മൾ അന്നൊരു ദിവസം മരുതമല വരുമ്പോൾ കാറ് നിർത്തിയിട്ട് ഇവിടെ നല്ല മനസ്സിലായി. അതാണ് എനിക്ക് ബുദ്ധിയുള്ള ഓർമ്മശക്തി ഉണ്ട്. ഇഷ്ടം പോലെ പച്ചക്കറി, അതിനകത്ത് പച്ചക്കറി, തുണി, തോർത്ത് എല്ലാം ഉണ്ട്. എണ്ണ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയോ അതൊക്കെ ഇതിലുണ്ട്. പക്ഷെ ക്വാളിറ്റി പച്ചക്കറികൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും, പക്ഷെ തുണികൾക്ക് ക്വാളിറ്റി സീരിയസ്. ഇതൊക്കെ ഓരോ ഡപ്പ 10 അങ്ങനെയൊക്കെ ആയിരിക്കും. ലൈക്ക് പൊടിയാ ഫ്രഷ് പച്ചക്കറി. ചിലതൊക്കെ ഫ്രഷ് ആയിരിക്കും. ഇതൊക്കെ ഇതൊക്കെ തോട്ടത്തിൽ നിന്ന് തന്നെയാണോ? അല്ല, മാർക്കറ്റിൽ നിന്ന് തന്നതാ. ഒരു ബസ് നമുക്ക് മിസ്സായി. സന്തോഷമായി പറയുന്നത്. എന്താ ചെയ്യുക, നമ്മൾ നാട്ടിൽ നിന്ന് വരാൻ ലേറ്റായി. പിന്നെ ആ ബസ്സിൽ പോകുമ്പോൾ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ബസ് നമ്മൾ പോയി. ബസ്സല്ലേ ഇവിടെയൊക്കെ നല്ല റേറ്റ് കുറവായിരിക്കുമോ? ഡ്രസ്സ് ഇതാണ് എൻ്റെ ഡ്രസ്സ്. അയ്യോട് ക്രോസിങ് വേഗം വന്നോ വണ്ടി തെറിച്ചിടും. നമുക്ക് ഫ്രീ ആണ്. 2 ടിക്കറ്റ് എടുത്തു. സാറേ, എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല. അണ്ണേ നിൽക്കില്ലെങ്കിൽ യൂസ് രണ്ടാമത്തെ ബസ് ഫ്രീ ബസ്സാ? ഒന്നല്ല, ഇത് ഗവൺമെൻറ് ചില ബസ് വുമൻസിനെ ഫ്രീ ആക്കിയിട്ടുണ്ട്. ഫ്രീ ആണ് വുമൻസ് ആൻഡ് ഗേൾസ്. കയറുമ്പോഴേക്ക് എടുക്കാണ്. അതറിയില്ല. കയറുമ്പോഴേക്ക് ഭഗവാനെ
അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബസ്സും വിജയകരമായി ഇറങ്ങിയിരിക്കുന്നു. ദിസ് ഇസ് മല, മലയല്ല എന്തോ ഒരു മല. ഇവിടെ ആരും ഇല്ലേ? ഇനി നമ്മൾ സ്റ്റെപ്പ് കയറി മേലെ പോവാം. സ്റ്റെപ്പ് നമ്മുടെ പളനിമല പോലെ തന്നെയാണ് ഈ മരുതമല. അറിഞ്ഞൂടാ, ഇതൊക്കെയാണ് ഇവിടുത്തെ കടകൾ. ഇവിടെ കയറി നരങ്ങണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ സമ്മതിക്കൂല. എന്തുപോയി ഇതാണ് പുളിയച്ചാർ. താഴെ കണ്ടോ? നോക്കി നടക്കണം. ഇതൊക്കെ എവിടെയാണോ ഐസ്ക്രീം? ഇതൊരു ഐസ്ക്രീം കഴിക്കില്ല. ഇതൊക്കെയാണ് പുളിയച്ചാറിൻ്റെ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുളിയച്ചാർ ഇഷ്ടം മാതിരി വാങ്ങുകയും ചെയ്യുക, ഇഷ്ടം മാതിരി കാണുകയും ചെയ്യും. ഇഷ്ടം മാതിരി കടകൾ, ഇഷ്ടം മാതിരി കീച്ചെയിൻസ്. വാവ്, ഐ എം എ കീച്ചെയിൻ അഡിക്റ്റ് ഒരു കാലത്ത്. ഇപ്പോഴല്ല, പഴയ ചാമ്പയ്ക്ക വരികയാണെങ്കിൽ ഈ വഴി എൻട്രൻസ് മേലേക്ക്. ഈ വഴി നമ്മളിപ്പോൾ ഇവിടുന്ന് ബസ്സുണ്ട് മേലേക്ക്. ബട്ട് നമ്മൾ ടാസ്ക് ചെയ്യാൻ വേണ്ടി, അഡ്വഞ്ചർ ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് കയറി പോവാണ്. ഞാൻ സംസാരിക്കുന്ന കേട്ടിട്ട് സുഖം നീ അത്ര പെടണ്ട. ഇത് ഊമയൊന്നും അല്ല. സംസാരിക്കും കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഈ സാധനം ഞാനിപ്പോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിപ്പോ ഇങ്ങനെ വളവള എന്ന് സംസാരിക്കുന്നത് കേൾക്കാം. ശരിയാ, മറ്റേ ആശ്രക്കൂടെ ആ പാട്ട് പാടിയ ആളാണ്, അതുകൊണ്ട് ഡിമാൻഡ് ചിലപ്പോ ഹൈ ആയി കഴിഞ്ഞാൽ. അയ്യോ ഹീരിയ പാടുപാടെ അല്ല, വേണ്ട, മറ്റേ മുരുകന്റെ സ്ഥലല്ലേ, മറ്റേ പഴനിമല. മുരുകൻ ചിലപ്പോ ഇറങ്ങി വരും. നിങ്ങൾ പൊക്കോ. പുളിയച്ചാർ മറ്റേ സ്റ്റാർ ഫ്രൂട്ട്, മാങ്ങ ചെത്തിച്ചത്, അല്ല മറ്റേ പിങ്ക് കളർ, റോസ് കളർ. ഇഷ്ടല്ല. താങ്ക് യു. ചെരുപ്പ് ഊരിയിടണോ? അല്ല, ചെരുപ്പിട്ട് പോവാം. നമ്മൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. ഈ സാധനം ഞങ്ങൾ 4 10 രൂപയ്ക്കാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചത്. പക്ഷേ ഇതിന് 60 ഉറുപ്പയുള്ളൂ. 4 ഉറുപ്പയ്ക്ക് ഞങ്ങളോട് വാങ്ങണ സാധനമാണ് ഞങ്ങൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചത്. ന്യായം വേണം, നീതി വേണം, നീതി. ഇവിടെ നിന്ന് ഓരോരോ അമ്പലങ്ങൾ ഇനി പോണ വഴിക്കുണ്ട്. അവിടെ കയറി പ്രാർത്ഥിച്ച് പോവാം. പോകേണ്ടവർക്ക് കേട്ടോ, എല്ലാവർക്കും പോകണമെന്നും ആവശ്യമില്ല. വന്നേ നടന്ന് ഉപ്പാടളക്കും. എനിക്കും പറയാം, സ്റ്റെപ്പ് ചെരിപ്പിട്ട് കയറാൻ എനിക്ക് ചെരിപ്പിട്ട് കയറാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഒരു ഹിൽസാണ്. ഹിൽസ് ഇട്ടില്ലെങ്കിൽ ചെരിപ്പിട്ട് വരാൻ, ഡ്രസ്സ് ഇട്ട് വരാനും പറ്റില്ല. കാരണം ഈ ഡ്രസ്സ് തന്നെ കലങ്കാണ്. അപ്പോൾ രണ്ടും ഇല്ലാണ്ടിക്ക് വരാൻ പറ്റില്ല. അയ്യോ, ഇതെന്നീ കാൽപ്പാട് അവിടെ എവിടെ ഇട്ട് ഇത്രയും കാലം വെച്ചിട്ട്. ഐതിഹ്യങ്ങൾ കുറേ ഉണ്ട്, ഒന്നും നമുക്ക് അറിഞ്ഞില്ല. ജസ്റ്റ് ഇടുമ്പൻ കാൽപ്പാടിയും കാണിച്ച കുഞ്ഞിക്കാല്, വലിയക്കാല് ഇവിടെ കുറേ ഉണ്ട്. ഇവിടെ ഒരെണ്ണം നമ്മളെ ഫ്രണ്ടാക്കി കുറേ ഉണ്ട്. കാണിക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. നടന്നിട്ട് ശീലം വേണം. അത് നടക്കാറില്ല, സത്യം പറയാതെ. അത്രയും ദൂരം കയറി ഇനി എത്രയോ ദൂരം പോണം. അമ്മേ, ഇവിടെ നമുക്ക് അമയാം.
ബൈക്കിൽ വരാം, സ്കൂട്ടറിൽ വരാം, ബസ്സിൽ വരാം. അത് കഴിഞ്ഞിട്ട് രാവിലെ വരാൻ നടന്നിട്ട് വന്നാൽ നമ്മുടെ കാലും പേര് നയനി വിളിക്കുന്നു. ഇവിടെ നിന്ന് തേങ്ങ അത് ഓടി വരൂട്ട് പിന്നെ പോയെന്ന് റോഡാണ്, ഇത് കൂടെയാണ് ബസ് പോവാ. ഓക്കെ, മല കയറിയവർക്ക് ഇതധികം കഷ്ടമൊന്നുമല്ല, ഈസിയാണ്. പക്ഷേ ഞാൻ 3 വട്ടം പളനിമലയും 9 വട്ടം ശബരിമലയും കയറിയിട്ടുണ്ട്. പക്ഷേ ഗസ്സാണ് കാറ് മേലേക്ക് വിടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ബസ്സിൽ വന്നത് എന്ന് ഞാൻ പറയുന്നില്ല. ഇഷ്ടം പറയാനോ നടക്കാൻ വയ്ക്കുന്നില്ല, കാലിന് മുട്ട് നല്ല വേദന. ആനിറങ്ങി ഒന്നും ചെയ്യില്ല, അത് ചെയ്തിട്ട് നോക്കോളൂ. റണ്ണിങ് റേസ് പവർഡ് ബൈ പ്രസന്റഡ് ബൈ സായി കൃഷ്ണ ആൻഡ് വസിതമോൾ NB. ഒരു ഡൈനോസറിന്റെ തല ഒന്ന് കിടക്കുന്ന പോലെ ഇല്ലേ? ഒരു ഡൈനോസർ തല കുത്തിക്കണ പോലെ, തല മാത്രം വന്നിക്കണ പോലെ ഉണ്ട്. പന്നി മാത്രല്ല, ആനയുണ്ട്. ആ ഓക്കെ സെറ്റ്. ഞാൻ എത്രാമത്തെ ടൈം അമ്മ? ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, കുറേ ടൈം വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ എത്ര ടൈം വന്നിട്ടുണ്ട്? കുറേ ടൈം ഞാൻ വന്നിട്ടുണ്ട്. ഇവർ ഫസ്റ്റ് ടൈമാന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് മല കയറിയിട്ട് ഇങ്ങനെ കയറിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ആ 2 വീലറിലും സ്കൂട്ടറിലും മാത്രമുള്ളൂ, കാറിലും. ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ വരാറ്, നടന്നിട്ട്. ഇവൻ ജനിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വന്നിട്ടില്ല. നിറയെ പട്ടിയിട്ടോ, ഇതാണ് റീൽസ് ഷൂട്ടിങ്, കണ്ടോ? സ്ലോ മോഷൻ റീൽസ് ഷൂട്ടിങ്. ഇപ്പം ഫുൾ കാടാണ്. തമിഴ് വേർഡ്സ് കല്ലിൽ കൊത്തി ഉണ്ടാക്കിയേക്കുന്നതാണ്. അവിടെ ഒരു മലയാട്ടോ കണ്ടോ? ഇതൊക്കെ തമിഴ് വേർഡ്സ് ആണ്. ബട്ട് ഇവിടെയൊക്കെ ഫെയ്ഡായി. ഞങ്ങൾ റെസ്റ്റാണ്, നമ്മൾ റെസ്റ്റ് അല്ല, നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. ചേച്ചിയെ വെള്ളം കുടിക്കണം. വെള്ളം വേണോ? കൈസന വെള്ളം വേണമെങ്കിൽ കുടിച്ചോ, ഞങ്ങൾ കുടിക്കണം. അപ്പോൾ ഇതിന് കുടിച്ചു കഴിഞ്ഞാ എങ്ങനെ വന്നു? ഞാനാ വെള്ളം കഴിഞ്ഞു. ഇതാണ് ഒരു കുപ്പി എടുത്താൽ മതി എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ് ഗൈസ്, കൊമ്പൻ ബസ്സിന്റെ അതേ സൗണ്ട്. ഭസ്മം നാലിനും 10 ഉറുപ്പിക കൊടുത്ത് വാങ്ങിച്ചാൽ അതായത് ഒരെണ്ണത്തിന് 2.5 രൂപ. അത് കഴിക്കണം. ഇവിടേക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. അമ്മ അവിടെ എത്തി, അച്ഛൻ അതിൻ്റെ മുമ്പിലെത്തി. കപ്പിൾസൊക്കെ നടക്കുന്നത് വെറുതെ പറഞ്ഞത്. അപ്പം ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കണില്ലേക്ക് വയ്യ. അയ്യോ, എൻ്റെ അച്ഛനമ്മ ഞങ്ങളെ മറന്നേ. ദേവിയല്ലടി മുരുകൻ, മുരുക മുരുക. ഭഗവാനെ, ഇത് കേറി കേറി തീർന്നില്ല. ഇത് കേറാൻ രാത്രിയാവും തോന്നുന്നു. അയ്യോ പോയാൽ ഒന്നേ കഴിയ. നല്ല കാല് വേദന, വേർത്ത് വേർത്ത് സ്റ്റെപ്പൊക്കെ ആരാണ് ഉണ്ടാക്കി. Heads off from Anjali and me. പോണേ. ദൈവമേ, ആട് മുത്തരുത്.
കുട്ടികളില്ലാത്തവർ കെട്ടുന്നത്, കുട്ടികളില്ലാത്തവരെ കുട്ടികളായിട്ട് കെട്ടുന്നത് വള കല്യാണം അങ്ങനെ ഒരു ഐതിഹ്യമാണ് ഇവിടുത്തെ. ചെറിയ തുണിയിൽ കല്ല് വെച്ചിട്ട് ഒരു കുട്ടികളെ സങ്കല്പിച്ച് കെട്ടുന്നതാണ്. പിന്നെ താലി കെട്ടുന്ന കല്യാണ ഭാഗ്യത്തിന്. അങ്ങനെ ന്യൂ നോളേജ്. സോ കയറി കയറി ഒരു വഴിക്ക് തിന്ന് നമുക്ക് നേരെ കയറിയിട്ട് കാണാം. സാംസങ് ഫൈനലി സോ ഇനി കുറച്ചുകൂടി സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തും. നമ്മൾ ഏകദേശം സ്റ്റെപ്പൊക്കെ കയറി ഇതൊരു തിന്നിനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ ആദ്യം വന്നു കേട്ടോ. ചെരുപ്പ് രസ്റ്റിന് നടക്കും. ഇതൊക്കെ ബിൽഡിങ്സ് കണ്ടോ. ബസ്സിൽ വരികയാണെങ്കിൽ അവിടെ വരും കേട്ടോ. ഇത്രയും സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അമ്പലം ഇതുവരെ വാങ്ങിക്കാൻ തുടങ്ങി. നിങ്ങൾ നടന്നിട്ട് ഇത്രയും സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അമ്പലം. എങ്ങനെ വന്ന ഞാനാ ഇവിടെ അമ്പലത്തിൻ്റെ പല ഭാഗത്തും ക്യാമറ, ഫോൺ അതൊന്നും അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെയുള്ള പല ഭാഗത്തിൻ്റെയും വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും കോയമ്പത്തൂർക്ക് വരുമ്പോൾ ഇവിടേക്കൊക്കെ ഒന്ന് വരിക കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ അത്യാവശ്യത്തിന് തിരക്ക് കുറവായിരുന്നു. പിന്നെ ഈ വേ കൂടെ വേണം നമുക്ക് ഭഗവാനെ കാണാൻ ഉള്ളിലേക്ക് പോവാം കേട്ടോ. ഇതിൽ ലൈൻ നിന്നിട്ട് ഈ ക്യൂ നിന്ന് അകത്തേക്ക് കയറിയാലാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുക. ഇവിടെ മുരുകനാണ്, നമ്മുടെ പഴനിമലയിലുള്ള അതേപോലെയാണ് ഇവിടെ കേട്ടോ. പിന്നെ ഇവിടെ എന്തൊരു ഐതിഹ്യമുണ്ട്, നമ്മൾ രാജാവിൻ്റെ രൂപത്തിൽ മുരുകനെ കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണ് കേട്ടോ പറയാം. ഞങ്ങൾ കണ്ടത് രാജാവിൻ്റെ രൂപത്തിലായിരുന്നു എന്ന് കേട്ടോ. നല്ല സന്തോഷം. എല്ലാവരും എൻ്റെ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം. എന്താ ചോദിച്ചു അങ്ങനെ അച്ഛനുണ്ട്. അച്ഛനോടി വന്നു, പാപ്പുണ്ട്, പാപ്പനോടി എന്തെങ്കിലും വീണെന്താ വെച്ചിട്ടാണേ. എന്താ വെച്ചാൽ കൊണ്ടേ ആരനെ എൻ്റെ കുറ്റമാണ് അല്ലേ, എൻ്റെ പരദൂഷണം പറയാം. അതിനെ കിട്ടിയപ്പോഴാണ് ചോറുള്ളൂ. പിന്നിൽ എൻ്റെ അമ്മ എന്നെ നാണം കിടത്തിക്കൊണ്ട് വരികയാണ്. ചെറുപ്പത്തിൽ സ്റ്റുവർട്ട് ലിറ്റിലിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഇരുന്ന് കരഞ്ഞതാ. അതിനാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. സ്റ്റെപ്പൊക്കെ നോക്കി നടക്കണം. അയ്യോ, അല്ലെങ്കിൽ എൻ്റെ നഖങ്ങാനും ഇതാക്കി കഴിഞ്ഞാൽ പട്ടി കൊണ്ട് ഒറ്റ പൊട്ടല പൊട്ടും. ഇതാണ് ഇവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഉള്ളതൊരു പാമ്പിൻ്റെ അമ്പലമാണ്. പിന്നെ കുറേ വെള്ളം പോണ ശബ്ദമൊക്കെ കേൾക്കാണ്ട്, പക്ഷെ ഒക്കെ ചീത്ത വെള്ളം, നല്ല വെള്ളമല്ല. അതുകൊണ്ട് ഇങ്ങനെ മണമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ പാമ്പിനെ ഇടയ്ക്ക് കാണാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ബിക്കോസ് പാമ്പിൻ്റെ അമ്പലമാണ് അവിടെ. പിന്നെ ഇവിടെ എല്ലാ അമ്പലങ്ങളിലും ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും കോയമ്പത്തൂർക്ക് വരികയാണെങ്കിൽ അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ മോസ്റ്റ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് അല്ലേ. ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കാം, കുറച്ച് നേരം അവിടെ ഇരിക്കുക, പിന്നെ വരാം. ഈ അമ്പലം മലയുടെ മേലായതുകൊണ്ട് തന്നെ ഫുള്ള് കാട് പ്രദേശമാണ് കേട്ടോ. ഇത് പാമ്പിനെ കുറിച്ചുള്ള അവയർനെസ്സിൻ്റെ ഒരു ബോർഡാണത്. പിന്നെ മേലേക്ക് കയറിയപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ ആട്ടോ ഇവിടെ ഈ സമയത്ത്. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഇറങ്ങി കേട്ടോ. കാരണം കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ബസ് കിട്ടിയില്ല എന്നൊക്കെ വരും. പിന്നെ നമ്മൾ വീട്ടിലേക്കെത്താൻ ലേറ്റ് ആവും. നാളെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നു. പിന്നെ അതേ ലൈറ്റിങ്ങൊക്കെ അടിപൊളിയായിരുന്നു. കുറേ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് എനിക്ക് മോസ്റ്റ് ഫേവററ്റ് ആയിട്ടുള്ളൊരു സാധനം വാങ്ങി. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ പോകുന്ന ഒരാളായിരുന്നു കേട്ടോ. പുളിച്ചോറെന്നൊക്കെ പറയാം, അടിപൊളിയാണ്.
നന്ദു സച്ചിനോട് നോക്ക്. ഇപ്പം എൻ്റെ തലചുറ്റിലൊക്കെ മാറി. അത് ആനന്ദകണ്ണീര കോയമ്പത്തൂരാണ് എൻ്റെ പൊന്നി. അപ്പോൾ അപ്പോൾ നമ്മൾ തൊഴുത് ഇറങ്ങി. ഓക്കെ, ഇനി നമ്മൾ വന്ന വഴി കൂടെ താഴത്തേക്ക് ഇറങ്ങണം. നടന്നിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. എന്തായാലും ബസ് വരാൻ 10 മിനിറ്റ് ആവും. സോ നമുക്ക് നടക്കുകയാണെങ്കിൽ 10 മിനിറ്റോടെ താഴ്ത്തും. അപ്പോൾ മാങ്ങ വാങ്ങിക്കാൻ വേണ്ടി സിനിമ പോയി. എന്താ നോട്ടം, കുറുക്കൻ കോഴീനെ നോക്കുന്നത് പോലെ. ഞങ്ങൾ വലിയ കാര്യത്തിലൊക്കെ പോയി. പിന്നെ മനസ്സിലായി അവിടെ 7 മണിക്ക് ഗേറ്റ് പൂട്ടും. അപ്പം ഇനി ബസ്സിൽ തന്നെ കയറി പോകണം. ബസ്സിൽ കയറാൻ ഒടുക്കത്തെ ക്രൗഡായിരുന്നു. പിന്നെ ഞങ്ങൾ മുരുകനോടൊന്ന് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ.